മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മത്തായി 7:12. ഈശോ പറയുകയാണ്, നിയമവും പ്രവാചകന്മാരും ഏതാണ്ട് ഇതുപോലെയാണ്. അവനവന് കിട്ടണം എന്നുള്ള ആഗ്രഹം, നമ്മൾ അംഗീകരിക്കപ്പെടണം, നമ്മൾ ബഹുമാനിക്കപ്പെടണം, എല്ലാവരും നമുക്ക് നന്മ ചെയ്യണം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും എന്നെ മഹത്വപ്പെടുത്തണം എന്നുള്ള എന്റെ ഭാവത്തെ ഞാൻ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ ഞാൻ തിരിയണം. സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് എന്നെ തിരിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം, എന്നെ മറ്റുള്ളവർ പുകഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പുകഴ്ത്തുവിൻ. എനിക്ക് മറ്റുള്ളവർ നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവിൻ. എന്നെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവിൻ. ഇതിലൂടെ 2 കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന്, എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും. മാത്രമല്ല, അഹങ്കാരം എന്ന് പറയുന്ന തിന്മയിൽ നിന്ന് ഞാൻ എപ്പോഴും വിട്ടുനിൽക്കും. അതായത് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം മറ്റുള്ളവർ അവരുടെ ഹൃദയം കൊണ്ട് നൽകുകയും ചെയ്യും. എന്നാൽ അവർ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്നിൽ ഒരു അഹങ്കാരം ജനിപ്പിച്ച് ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാൻ അറിയാതെ പോലും ഇടയാക്കില്ല. അങ്ങനെ എന്റെ നിത്യജീവൻ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിയമവും പ്രവാചകന്മാരും എന്ന് പറയുന്ന കാര്യം ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ പങ്കുവെക്കുമ്പോഴൊക്കെ ആ കാര്യം നമ്മെ എപ്പോഴും സത്യത്തിൽ നമ്മുടെ കണ്ണ് അന്ധമാകാതെ കാത്തു സൂക്ഷിക്കും.